ഹലോ സ്റ്റുഡൻസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ 1 വേർഡ് ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു 32 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതും പെട്ടെന്ന് നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ളതുമാണ് ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം. അതായത് നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് മാർക്ക് കൂടുതലും, അതായത് ഒരു A+ അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുന്നവര് ഏറെ മാർക്ക് പോവുക ഇവിടെ ആയിരിക്കും, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിലായിരിക്കും. കാരണം 1 വേർഡ് തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ടീച്ചേഴ്സിന് അത് മാർക്ക് ഇടാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ മറ്റേതൊക്കെ നമുക്ക് essay ഒക്കെ എഴുതുമ്പോൾ പിന്നെയും എന്താ പറയാ, കുറച്ച് ലിബറൽ ആയിട്ട് നോക്കും. അപ്പൊ ഇത് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഓൺ. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 15th March 1950. പ്ലാനിംഗ് കമ്മീഷൻ 1950. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞ ഒരു 3 വർഷത്തിന് ശേഷം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി? ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം. ഗ്രീൻ റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഹരിത വിപ്ലവം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, അതായത് ഭക്ഷ്യധാന്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കാം നമുക്ക് നാലാമത്തത്. വൈറ്റ് റവല്യൂഷൻ ഡീൽസ് വിത്ത് ഡാഷ്. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിൽക്ക് അല്ലെങ്കിൽ പാൽ ഉൽപാദനമാണ് കേട്ടോ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ സ്റ്റാർട്ടഡ് എക്കണോമിക് റിഫോംസ് ഇൻ ഡാഷ്. ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് എന്നാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് 1991. LPG അറിയാലോ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ആറാമത്തേത് നോക്കാം. ഇൻ വിച്ച് ഇയർ WTO വാസ് ഫോംഡ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ലോക വ്യാപാര സംഘടന രൂപീകരിച്ച വർഷം 1995. ഡേറ്റ് ഒന്നും നിങ്ങൾ തെറ്റിപ്പോകരുതേ. അപ്പൊ അടുത്തത് നോക്കാം. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആസ് എ മെഷർ ഓഫ് പോവർട്ടി ലൈൻ വാസ് യൂസ്ഡ് ബൈ. ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് ജയിൽ ജീവിത ചെലവ് ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി ആണ് കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ലിറ്ററസി റേറ്റ് ഈസ് ഹയസ്റ്റ് ഇൻ ദ കൺട്രി ഈസ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. നമുക്കറിയാലോ, ഇത് നമുക്ക് അറിയുന്ന കാര്യം, ജനറൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അടുത്തത് നോക്കാം. 9ാമത്തെയാണ്. ഗോൾഡൻ റവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഹോർട്ടികൾച്ചർ ആണ് കേട്ടോ. അപ്പോൾ 10ാമത്തേത് നോക്കാം. ബ്ലൂ റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിഷ് അല്ലെങ്കിൽ മത്സ്യ ഉൽപാദനം. 11. ഹൂ ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ? ആരാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്? NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അടുത്തത് NTPCയുടെ ഫുൾ ഫോം നോക്കാം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ 13 എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ വാസ് സൈൻഡ് ഇൻ. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏതാ? 1997. അപ്പൊ നിങ്ങളൊരു ഓർഡറിൽ പഠിച്ചാൽ മതി. അതായത് നമ്മൾ LPG വന്നത് എന്നാ? 1991. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത് എന്നാ? 1995. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത് എന്നാ? 1997. അങ്ങനെ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കട്ടോ. അപ്പൊ അടുത്തത് നോക്കാം. 14. ഇൻ വിച്ച് സ്റ്റേറ്റ് ചിപ്കോ മൂവ്മെന്റ് ടുക്ക് പ്ലേസ്? ചിപ്കോ പ്രസ്ഥാനം ഏതു സംസ്ഥാനത്താണ് നടന്നത് എന്നുള്ളത്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. അപ്പൊ 15 നോക്കാം. ചൈനാസ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് വാസ് ഇൻ ദ ഇയർ. ചൈനയുടെ വലിയ കുതിച്ചുചാട്ടം ഡാഷ് വർഷത്തിലായിരുന്നു? 1958 കേട്ടോ. 16ാമത്തത് നോക്കുക. കമ്മ്യൂൺ സിസ്റ്റം ഈസ് ദ ഫീച്ചർ ഓഫ് ഡാഷ്. കമ്മ്യൂൺ സിസ്റ്റം ഏത് രാജ്യത്തിന്റെ സവിശേഷതയാണ് എന്നുള്ളതാണ് കേട്ടോ. ചൈനയാണ്. 17. The stage of democracy transition prevailed in India before 1921 was dash. ഏതാ? 1921 മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജനസംഖ്യ പരിവർത്തനത്തിന്റെ ഘട്ടം ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ 18 നോക്കാം. ബ്രിട്ടൻ ഇന്റൻസിഫൈഡ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ഡാഷ്. ഈ കനാൽ തുറന്നു കൊടുത്തതോടുകൂടി ബ്രിട്ടൻ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിനു മേലുള്ള നിയന്ത്രണം ശക്തമാക്കി. ഏത് കനാലാ? സ്യൂസ് കനാലാണ് കേട്ടോ. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡാഷ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2015 ഇൻ ഇന്ത്യ ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ.
ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ഡാഷിൽ ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്താണ് എന്നാ? ഏതാ? നീതി ആയോഗ്. നീതി ആയോഗ് നമുക്കറിയാലോ, ഇപ്പൊ അടുത്ത് വന്നതാണത്. അപ്പൊ പേര് മാറ്റിയതാണേ. അപ്പോ 20ാമത്തേത് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ന്യൂമറിക്കൽ ഡാറ്റ റെഫേഴ്സ് ടു ഡാഷ്. സംഖ്യാപരമായ ഡാറ്റ സൂചിപ്പിക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ ഏതാണെന്ന്? ഏതാ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് കേട്ടോ. അപ്പൊ 21, ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ്. സ്ഥിര വിവര കണക്കുകൾ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് സംഘടിത വസ്തുതകളുടെ സംഗ്രഹമാണ്, അതായത് അഗ്രിഗേറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ഫാക്ട്സ് ആണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് അഗ്രിഗേറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ഫാക്ട്സ്. അപ്പൊ 22 നോക്കാം. A survey which includes every element of the population is known as dash. സമഷ്ടിയിലെ ഓരോ ഘടകത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സർവേ അറിയപ്പെടുന്നത് എന്താ? സെൻസസ് മെത്തേഡ് ആണ് കേട്ടോ. 23 നോക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾ ഈസ് നോൺ ആസ് ഡാഷ്. 2 ചരങ്ങളുടെ സഞ്ചിതാവൃത്തിയെ പറയുന്നത് എന്താണെന്ന്? എന്താ? ബൈവാരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ദ്വിവ്യതിയാന വിതരണം. 24 നോക്കാം. മോഡ് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡാഷ്. മോഡ് ഉപയോഗിക്കുന്നത് എന്തിനെ വിവരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മോഡ് ക്വാളിറ്റേറ്റീവ്. 25, ഡാഷ് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 2 ഈക്വൽ പാർട്ട്. ഒരു ശ്രേണിയെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നത് ഡാഷ് ആണ്, മീഡിയൻ മധ്യകം ആണ് കേട്ടോ. 26, ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ ഡാഷ്. സഹബന്ധ ഗുണാങ്കത്തിന്റെ മൂല്യം കിടക്കുന്നത് എവിടെയാണെന്ന്? അതായത് -1 ആൻഡ് +1, -1നും +1നും ഇടയിലാണ് കേട്ടോ. 29 നോക്കാം. എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ഡാഷ്. ഉപഭോക്തൃ വില സൂചിക അളക്കുന്നത് ഏത് വില സൂചികയിലെ മാറ്റമാണ്? ഏതാ? ചില്ലറ വിലകൾ അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസസ് ആണ് കേട്ടോ. അടുത്തത് നോക്കാം. 30 ഡാഷ് ഈസ് ദ സെക്കൻഡ് ക്വാർട്ടൈൽ. ഡാഷ് ആണ് 2ാമത്തെ ക്വാർട്ടൈൽ. ഏതാ? മധ്യകം, മീഡിയൻ ആണ്. അപ്പോൾ 31, വിച്ച് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. ജീവിത ചെലവ് സൂചിക എന്നറിയപ്പെടുന്നത് എന്താണ്? ഉപഭോക്തൃ വില സൂചികയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം. 32, ലോറൻസ് കർവ് ഈസ് യൂസ്ഡ് ടു മെഷർ ഡാഷ്. ലോറൻസ് കർവ് ഡാഷ് അളക്കാൻ ഉപയോഗിക്കുന്നു. എന്താ? അസമത്വം ആണ് കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? ഇത് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എളുപ്പമാണ്. അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്കണോമിക്സിൽ നിന്ന് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 32 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഈ ഒരു പേപ്പറിലെ ഒബ്ജക്റ്റീവ് എല്ലാതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും ഡേറ്റും കാര്യങ്ങളും വർഷമൊന്നും മാറാതെ തന്നെ പഠിക്കുക, മനസ്സിരുത്തി പഠിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും നേരാണ്. അതുപോലെ തന്നെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കണേ. അപ്പൊ എന്തായാലും താങ്ക് യു, ബൈ.